അസ്സലാമലൈക്കും ഓൾ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾ ഇതിലൊക്കെ തമിഴിൽ കണ്ടതുപോലെ തേങ്ങാമുറി എന്ന് പറയും. തലശ്ശേരി സ്പെഷ്യലാണിത്. അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 7 മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു 3 വലിയ പൊട്ടാറ്റോ ഇതുപോലെ വേവിച്ചെടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചിക്കനാണ് ചേർക്കേണ്ടത്. എൻ്റെ അടുത്ത് ചിക്കൻ മസാല ഓൾറെഡി ചെയ്തിട്ടുണ്ടായത് കൊണ്ട് ഞാൻ അതാണ് ഇതിൽ മിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ ഇല്ലെങ്കിൽ തന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം ഇതിൽ ചേർക്കാനായിട്ട്. ഇനി വേവിച്ച പൊട്ടാറ്റോ നന്നായിട്ട് ഉടച്ചെടുക്കാം. മുട്ട അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കണം. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം. വേവിച്ച പൊട്ടാറ്റോയിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും മല്ലിയിലയും ചേർത്ത്, പിന്നെ ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ വേവിക്കുമ്പോൾ ഇട്ടതാണല്ലോ. ഇത് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ ഉള്ളി ഉണ്ടല്ലോ, സവാള പൊടിയായി അരിഞ്ഞത്, പച്ചമുളക് പൊടിയായി അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തത് പിന്നെ ഇത് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ മസാല എൻ്റെ കയ്യിൽ ചിക്കൻ മസാല തന്നെ ഉള്ളതുകൊണ്ട് അത് ചേർക്കുന്നത് കൊണ്ടാണ് പിന്നെ ഉള്ളിയൊന്നും വേറെ ചേർത്ത് കൊടുക്കാത്തത്. അത് നിങ്ങൾക്ക് ഈ 2 രീതിയിലും ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ചേർക്കുന്നുണ്ടെങ്കിൽ അതിന് ഉള്ളിയും പച്ചമുളക് ഇതൊക്കെ പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം നമ്മൾ കട്ട്ലറ്റിൻ്റെ ആ ഒരു മാവ് പോലെ. ഇത് ലൂസാണെങ്കിൽ നമുക്കൊരു 2 ബ്രെഡ് എന്ത് ചെയ്യാം പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ നല്ല പാകത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 2 മുട്ടയും ഒരു 1/2 കപ്പ് മൈദയും വെള്ളവും പിന്നെ ഉപ്പും ചേർത്തിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. പിന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, മുട്ടയ്ക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ ഈ മുട്ട ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ മൈദപ്പൊടിയിൽ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് വലിയ ഉരുളയായിട്ട് ഒരു മാവ്, ഇതുപോലെ ഒരു മാവ് ഇങ്ങനെ ഉരുളയായിട്ട് എടുത്തിട്ട് അത് പരത്തിയിട്ട് ഈ മൈദയിൽ കോട്ട് ചെയ്ത മുട്ട ഉള്ളിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നമുക്ക് ഒരു ഭാഗം നല്ല റൗണ്ടായിട്ടും ഒരു ഭാഗം കൂടുതൽ മുട്ടയുടെ ഷേപ്പില്ല, അതന്നെ കുറച്ച് വലുതായിട്ട്, അത് തേങ്ങയുടെ ഒക്കെ ആ ഷേപ്പ് പോലെ അങ്ങനെ വലുതായിട്ട് ചെയ്യണം. അത് ചെയ്തതിന് ശേഷം പിന്നെ ഈ മൈദയുടെ മിക്സിയിലേക്ക് മുക്കിയിട്ട് ഒന്ന് പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് മുക്കിയെടുക്കുക. അങ്ങനെ ആദ്യം ഒരു പ്രാവശ്യം ചെയ്തിട്ട് വീണ്ടും അത് ഈ മൈദ മിക്സിയിലേക്ക് മുക്കി വീണ്ടും ബ്രെഡ് ക്രംസ് മുക്കിയിട്ട് ഒന്നുകൂടെ ചെയ്തെടുക്കണം. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഇത് മുക്കിയെടുക്കണം. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ സൈസാണ് ഇതുണ്ടാവുക, കാരണം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് കട്ട് ചെയ്തിട്ടാണ് വെക്കുക. ഇതിപ്പോൾ ഇവിടെ മൊത്തത്തിലെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ സൈസാണ്. കാണുമ്പോൾ നമുക്കൊരു തേങ്ങയുടെ ഒക്കെ ആ ഷേപ്പ് ഉണ്ടല്ലോ, അതുപോലെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ടൊന്ന് ക്രിസ്പി ആകുന്നത് പോലെ അങ്ങനെ ഒന്ന് നമ്മൾ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല തിളച്ചിൽ ഉള്ളു വേവാനൊന്നുമില്ല, പക്ഷേ തിളച്ച എണ്ണയിലിട്ടൊന്ന് പുറമൊക്കെ മൊരിയുന്നത് വരെ അങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പോൾ ഞാനിതാ എല്ലാം ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫ്രൈ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. കട്ട് ചെയ്യുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വയറ് നിറയും പോലെ, വയറ് ഫില്ലാകും പോലെ തോന്നുന്ന മുട്ടയും പിന്നെ ഇത് പൊട്ടാറ്റോവും ഇതൊക്കെയല്ലേ. അപ്പോൾ ഇത് റൗണ്ടിൽ വേണമെങ്കിൽ ഇങ്ങനെ ഇതായിട്ടും കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നീളത്തിലായിട്ടും കട്ട് ചെയ്തെടുക്കാം. എനിക്കിത് റൗണ്ടിലാകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ കാണും, തേങ്ങാമുറി പോലെ തന്നെ ഇങ്ങനെ കാണും. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതെങ്ങനെയും ചെയ്തിട്ടുണ്ട്, അതുപോലെ നീളത്തിൽ വെച്ചിട്ടുണ്ട്. നീളത്തിൽ വെച്ചതിന് പിന്നെ ഞാൻ കുറച്ച് ചെറിയൊരു ഭംഗിക്കായിട്ട് അതിന് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ അതും പിന്നെ ഒരു മിൻറ്റ് ലീവ്സൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ പെട്ടെന്ന് തന്നെ വയറും നിറയും. ഒരാൾക്ക് ഒന്നേ കഴിക്കാൻ കഴിയൂ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നിക്കരുത്. പുതിയ റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.